നല്ല എരിവുണ്ട് ഗൈസ്. ഹലോ ഗൈസ്, നമ്മൾ ബ്ലിങ്കിറ്റിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സാധനം എന്തൊക്കെയാണെന്ന് ആദ്യമേ കാണിച്ചു തരാം. ഇതാണ് ആദ്യത്തെ സാധനം, ഇതാണ് രണ്ടാമത്തെ സാധനം. ഇപ്പൊ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഗൈസ്, നമ്മൾ ഈ കെറ്റിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ആദ്യമേ നമുക്ക് കെറ്റിൽ പോയി കഴുകിയിട്ട് വരാം. ഗൈസ്, നമ്മുടെ കെറ്റിലിൽ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. കണ്ടോ ഗൈസ്, ഇത് കൊറിയൻ സ്പൈസി ചിക്കൻ നൂഡിൽസ് ആണ് ഗൈസ്. ഇവിടെ എന്താകും നമുക്ക് കണ്ടറിയാം. എരിഞ്ഞ് ചാകും മിക്കവാറും നമ്മൾ. ഗൈസ്, ഇതൊക്കെയാണ് എന്റെ ആയുധങ്ങൾ. ആദ്യമേ നമുക്കിത് കട്ട് ചെയ്യാം. നമ്മുടെ സാധാരണ നൂഡിൽസ് പോലെ സാധനം. അയ്യോ, ആദ്യമേ കെറ്റിൽ ഉണങ്ങാനായിരുന്നു. ഇത് തിളക്കട്ടെ ഗൈസ്, തിളച്ചിട്ട് ബാക്കിയാണ്. ഗൈസ്, ഇത് നമുക്ക് സാധാരണ നൂഡിൽസ് പോലെ ഈ ഒരു സാധനം ഉണ്ട്. പിന്നെ നമ്മുടെ സാധാരണ നൂഡിൽസ് പോലെ അല്ലാത്ത വേറെ എന്തൊക്കെയോ രണ്ട് സാധനം ഉണ്ട് ഇതിനകത്ത്. ഇതെന്താണ് സെറ്റപ്പ് എന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് ആദ്യം ഇത് എങ്ങനെയാണ് ഹൗ ടു യൂസ് നോക്കാം, എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം. ചുമ്മാ റിസ്ക് എടുക്കണ്ടല്ലോ. ഗൈസ്, വെള്ളം തിളക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാമോ? നമ്മളൊരു അല്ലി പോലും വേസ്റ്റ് ആക്കാൻ പാടില്ല ഗൈസ്. ഇത് കൊടുത്തേക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെയല്ല. നമ്മൾ ആദ്യമേ ഈ സാധനം പൊട്ടിച്ച് ഇതിൻ്റെ അകത്തോട്ടിട്ട് ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് വേണം ഈ സാധനം ഇട്ട് മിക്സ് ചെയ്യാൻ. നമുക്ക് ആദ്യമേ ഇത് വേവിക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. നല്ലപോലെ പുക വരുന്നുണ്ട് ഗൈസ്, നമ്മൾ സൂക്ഷിച്ചിടണം. ഇനി നമ്മൾ അതിൻ്റെ അകത്തോട്ട് മറിച്ചിട്ടാൽ നമ്മുടെ കൈ വെന്തു പോകുന്ന വഴി നമ്മൾ കാണത്തില്ല. സോ നമുക്ക് ആയുധങ്ങൾ എടുക്കാം. ഇനി ഇത് തിളക്കട്ടെ. മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. തിളച്ചാൽ നോക്കാം. നമുക്ക് ഒരു 5 മിനിറ്റ് ആവും. പക്ഷെ ഇതിനകത്തൊക്കെ ഭയങ്കര തിളയാണ് ഗൈസ്. നമുക്ക് നോക്കാം. ഇതൊക്കെ ഫുള്ള് പൊള്ളിയിരിക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇളക്കി നോക്കാം. എന്തായാലും കുറച്ചുകൂടെ നേരം ഇരുന്നിട്ട് നമുക്കിത് വെള്ളം ഊറ്റി കളയാം. ഗൈസ്, ഒരുവിധം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തുള്ള വെള്ളം ഇനി ഡ്രെയിൻ ചെയ്ത് കളയാം. ഇതൊക്കെ നല്ലോണം പൊള്ളിയിരിക്കുവാണ് കേട്ടോ. ഇപ്പത്തിലൊന്നും തൊടാൻ പറ്റാൻ മേല, മൊത്തം പൊള്ളിയിരിക്കുക. ഗൈസ്, നമുക്കിത് കളയാം. വെള്ളം കഞ്ഞിവെള്ളം പോലെ ഇരിക്കുന്നു ഗൈസ്. ഇത് അടച്ചു വെച്ചില്ലെങ്കിൽ ഇത് മൊത്തം മിക്കവാറും സിങ്കിൻ്റെ അകത്ത് വീഴും. ഗൈസ്, നമ്മൾ വെള്ളം കളഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അതിൻ്റെ അകത്ത് വെന്തടക്കുന്ന സാധനം നമ്മുടെ വാഴയിലയിലോട്ട് മാറ്റാം. വാഴയിലല്ല ഗൈസ്, ഫേക്കാണ്. ഗൈസ്, ഇതെന്ന് പറഞ്ഞാല് എന്തോ ഒരു മിക്സ് ചെയ്യാനുള്ള സാധനം. ഇതെന്തോ ഒരു ഓയിലാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും രണ്ടും മിക്സ് ചെയ്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഗൈസ്, ഇത് ഭയങ്കര എണ്ണയാണ് ഗൈസ്, ഭയങ്കര റെഡ് കളർ. ഇത് മിക്കവാറും എരിഞ്ഞ് ചാവാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും ഒരു പ്രിക്കോഷന് ഞാൻ ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. എന്റെ കയ്യിലൊക്കെ മൊത്തമായി. മിക്കവാറും ഇതിന്റെ മേത്ത് മുഴുവൻ ഊതാനാണ് ചാൻസ് കൂടുതൽ. ഗൈസ്, നമുക്കിനി ഇത് മിക്സ് ചെയ്യാം. ഗൈസ്, ഈ കളർ കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട്. ഇത് മറ്റേ യൂട്യൂബേഴ്സ് ഒക്കെ ജോളച്ചിപ്പ് തിന്ന പോലെയാണ്. ഞാൻ ജോളച്ചിപ്പ് പറ്റില്ല. എനിക്ക് പൊതുവെ എരിവൊന്നും അധികം പിടിക്കത്തില്ല ഗൈസ്. എന്റെ മമ്മി എന്നെ അതേപോലെയാണ് വളർത്തിയത്. എനിക്ക് എന്റെ മമ്മി അങ്ങനെ എരിവൊന്നും തരത്തില്ലായിരുന്നു. നമുക്കിത് നോക്കാത്തില്ല എന്തായാലും. ഗൈസ്, നമുക്ക് പിന്നെ നോക്കാം. നല്ല എരിവുണ്ട് ഗൈസ്. വിചാരിക്കുന്ന പോലല്ല, നല്ല എരിവുണ്ട്. ഞാൻ എരിവ് തിന്നാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല എരിവുണ്ട് ഗൈസ്.
അത്യാവശ്യം നല്ല എരിവുണ്ട്. മസ്റ്റ് ബൈ ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർ എന്തായാലും വാങ്ങിച്ച് എക്സ്പീരിയൻസ്. ഈ സ്പൈസി ഒക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർ വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ സൂപ്പർ സാധനമാണ് എന്തായാലും. അപ്പോ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഓക്കെ ബൈ, അത്രയേ ഉള്ളൂ.